ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജെറുബറ ചെടിയെക്കുറിച്ചാണ്. ജെറുബറ ചെടി നമുക്ക് നന്നായി പൂവിടാനും വളരാനും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ജെറുബറ ചെടി എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് കഠിനമായ ചൂടോ അല്ലെങ്കിൽ കഠിനമായ മഴയോ ഒന്നും താങ്ങാനാവാത്ത ഒരു പ്ലാന്റാണിത്. ഇതിൽ ഡയറക്റ്റായിട്ട് വെയിലടിക്കുകയാണെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല മഴയാണെങ്കിൽ ഇത് ചീഞ്ഞു പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. നല്ല സൂര്യപ്രകാശം അടിക്കുന്നിടത്താണ് നമ്മൾ ഈ ചെടി വെക്കുന്നതെങ്കിൽ ഇതുപോലെ ഇലകളൊക്കെ അല്പം വാടിപ്പോകാൻ ഇടയുണ്ട്, നല്ല ഉച്ച വെയിലൊക്കെ അടിക്കുമ്പോൾ. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം തൈകൾ പൊട്ടി വരുന്നതാണ്. ആ തൈകളെല്ലാം തന്നെ നമുക്ക് മാറ്റി നട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്, നിറയെ പൂ പിടിക്കും. അപ്പം ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. അതായത് യെല്ലോ, വൈറ്റ്, ഓറഞ്ച്, റെഡ് തുടങ്ങിയ ജെറുബറയുടെ പല കളേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇനി ഈ പ്ലാന്റിൻ്റെ വളങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ കിട്ടുന്ന എല്ലാ ജൈവവളങ്ങളുമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വളങ്ങൾ തന്നെ യൂസ് ചെയ്താൽ മതി. അതായത് ഞാൻ കൂടുതലായും തേയിലപ്പിണ്ടി അതുപോലെ മുട്ടത്തോടൊക്കെയാണ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഉണങ്ങിയ നമ്മുടെ കോഴിക്കാഷ്ടമൊക്കെ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഉണങ്ങിയത് മാത്രമേ ഉപയോഗിക്കാവൂ. പച്ച ഉപയോഗിച്ചാൽ ഈ ചെടിക്ക് താങ്ങാനാകില്ല. കാരണം പച്ച കാഷ്ടം എന്ന് പറഞ്ഞത് ഭയങ്കര ചൂടാണ്. ഇനി ഇതിൻ്റെ റീപോർട്ടിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത് കാണിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 30 രൂപയുടെ പ്ലാസ്റ്റിക് പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ അകത്ത് നമ്മൾ ഹോളിടാൻ മറക്കരുത്, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. പിന്നെ ഞാൻ ഇതിന് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇത് സസ്യങ്ങൾ, അതായത് നമ്മുടെ പ്ലാന്റ് നന്നായി തഴച്ച് വളരാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. നമ്മളിത് നമ്മുടെ മിക്സിനോടൊപ്പം ചേർത്ത് നമ്മൾ പ്ലാന്റ് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് നന്നായി വളരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നടാനുള്ള ചെടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരുപാട് വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇത് ഞാൻ 2 തൈകളാക്കി എടുത്താണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഇതിൽ വിരിയാൻ നിൽക്കുന്ന ആ മൊട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിടാം. അപ്പം നമ്മൾ 1 വീക്കെങ്കിലും ഇത് തണലത്ത് വെച്ച ശേഷം മാത്രമേ നമ്മൾ കുറച്ച് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ കഠിനമായ വെയിലും ഇതിന് താങ്ങാൻ പറ്റില്ല, അതും നോക്കണം. ഏകദേശം 1 മന്ത് ആകുമ്പോൾ തന്നെ നമ്മുടെ പോട്ടിങ്, നമ്മൾ ഈ നട്ട ചെടികളെല്ലാം തന്നെ പോട്ടിൽ നിറയും. 2 മന്ത്സ് കഴിയുമ്പോൾ തന്നെ നമുക്കതിൽ കൂടുതൽ തൈകൾ ഉണ്ടാവുകയും അതെല്ലാം റിപ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.